ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു കിഡിലൻ സ്പോഞ്ച് കേക്ക്, അതും ചോക്ലേറ്റ് വെച്ചിട്ട്. അപ്പൊ സമയം കളയേണ്ട, ഉടനെ വീഡിയോക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. ഒരു ബോളിലേക്ക് ഒരു സ്ട്രെയിനർ വെക്കാം. ഇതിൻ്റെ അളവുകളെല്ലാം കൃത്യമായിട്ട് എടുക്കണം. അപ്പോഴാണ് സൂപ്പറായിട്ട് കിട്ടുള്ളൂ കേട്ടോ. 2 കപ്പ് 240 ഗ്രാം മൈദപ്പൊടി, പിന്നെ 1/2 കപ്പ് 50 ഗ്രാം ഡച്ച് ചോക്ലേറ്റ് പൗഡർ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം ഇട്ട് അതങ്ങോട്ട് സ്ട്രെയിൻ ചെയ്തിടുക. കട്ടയൊക്കെ വിടിയിച്ച് ഇതേപോലെ അവസാനം വരും. അതിൻ്റെയും കട്ടകൾ കളഞ്ഞ് അതെല്ലാം നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് ആ ബോളിലേക്ക് അങ്ങോട്ട് മാറ്റാം. 2 കപ്പ് അതായത് 400 ഗ്രാം പഞ്ചസാര, അതും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഒരു ബോളിലേക്ക് 1 കപ്പ് പാല്, 1/2 കപ്പ് ഓയിൽ, 1 ടീസ്പൂൺ വാനില എസൻസ്, 2 മുട്ട, ഇട്ട് എല്ലാം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഈ വെറ്റ് മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. ഇന്നാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് സാധനം. നല്ല ചൂടുള്ള കാപ്പി ആയിരിക്കും ഒഴിച്ചു കൊടുക്കാം. ചൂട് വേണം കേട്ടോ. കാപ്പി ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് തോന്നും ഇത് വളരെ തിന്നാണുള്ളത്, ശരിയാവുന്നു. ഇത് വളരെ തിൻ ബാറ്ററാണ്, ഒരു പേടിയും പേടിക്കേണ്ട. ഈ സാധനം ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല അടിപൊളി കളറായിരിക്കും. ഇതേപോലത്തെ 2 9 ഇഞ്ചിൻ്റെ പാൻ എടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ ഇടുക. അപ്പം ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഈസി ആയിട്ട് വിട്ടുപോരും. ഒരു 350 ഡിഗ്രി ഫാരനൈറ്റിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുക. ഈ ഉണ്ടാക്കിയ ബാറ്റർ 2 പാനിലേക്കായിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം. ആ 2 പാനും ഓവനിലേക്ക് വെക്കുക. മുപ്പത്തഞ്ച് മിനിറ്റ് നേരം ബേക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ ഓവൻ്റെ കുക്കിങ്ങിൻ്റെ ചെറിയ വ്യത്യാസങ്ങൾ ചിലപ്പോൾ കാണും. എടുക്കുന്നതിന് മുന്നേ ഒന്ന് ചെക്ക് ചെയ്തിട്ട് സാധനം പുറത്തെടുക്കുക. നന്നായിട്ട് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞ് അതിൻ്റെ പാർച്ച്മെൻറ്റ് പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. നോക്കി അതിൻ്റെ കളർ നോക്കി. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെയാണോ മേടിക്കണേ അതിൻ്റെ ഇത് കിട്ടും. അതേ സോഫ്റ്റും അതേ ടേസ്റ്റും, നല്ല മോയിസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് എന്ത് ഡെക്കറേഷൻ വെച്ച് അത് ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആസ്വദിച്ച് കഴിക്കാം. അപ്പൊ ഇതോ നോക്കണേ. ഈ റെസിപ്പിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.